ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മുറിവുകളെ വ്രണങ്ങളാക്കുന്നവയാണ് യുദ്ധം. അധികാരം, വിശ്വാസം, കമ്മ്യൂണൽ ചിന്തകൾ എന്നിവയ്ക്ക് കൂടുതൽ സ്വാധീനവും പ്രചാരണവും ലഭിക്കുകയാണ്. അന്ത്യമില്ലാത്ത ശരികളായി യുദ്ധങ്ങൾ തുടരുകയാണ്. ഈ ശരികൾ വിശ്വസിക്കാൻ മതവും രാഷ്ട്രീയവും ജനത്തെ, പ്രത്യേകിച്ച് കുട്ടികളെ നിർബന്ധിക്കുന്നു. പകുതിയോളം കുട്ടികൾ ഇന്ന് കോൺഫ്ലിക്റ്റ് സോണിലാണ് ജീവിക്കുന്നത്. വിദ്യാഭ്യാസ, ആരോഗ്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. കുട്ടികളുടെ വളർച്ചയുടെ സാധ്യതകൾ സ്റ്റാഗ്നേഷനിലൂടെ കടന്നുപോകുന്നു. സൈലൻറ്റ് വൂൺസ് ഓഫ് വാർ അവസാനിക്കാത്ത വ്രണങ്ങളാകുന്നു. നേരിട്ട് യുദ്ധമുഖത്തെ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല, പക്ഷേ യുദ്ധം കൊണ്ടുവരുന്ന കാഴ്ച, ആശയങ്ങൾ, മനുഷ്യർ തമ്മിലുള്ള വാദങ്ങൾ മാരകമായ അനുഭവമാണ് കുട്ടികൾക്ക് നൽകുന്നത്. യുദ്ധം വാർത്തയാകുന്നു, സംസാരമാകുന്നു. യുദ്ധത്തിൻ്റെ ഭീകരത, ചിത്രം, വിവരണങ്ങൾ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത് കുട്ടികളെയാണ്. അവർക്ക് അത് ഭാരമേറിയ ചിന്തകളാകുന്നു. അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തിൽ അവരെ സഹായിക്കേണ്ടതുണ്ട്. കുട്ടികളാണ് ഏറ്റവും ദുർബലർ. കുട്ടികളുടെ ശ്രദ്ധ കുറയുന്നു, വൈകാരിക പ്രതിസന്ധികൾ രൂപപ്പെടുന്നു, ഭയപ്പാടുകൾ യുദ്ധഭൂമിയിലെ കവചങ്ങളാകുകയാണ് കുട്ടികൾ. യുദ്ധസമാനമായ അനുഭവങ്ങൾ വീട്ടിലും നാട്ടിലും ഉണ്ട്. ഭയപ്പെടുത്തലുകൾ, ശിക്ഷ, വീട്ടിലെ സമാധാനമില്ലായ്മ, വഴക്കുകളും കൊലപാതകങ്ങളും, സമൂഹത്തിൽ ശത്രുതയെ ആളിക്കത്തിക്കുന്ന സംസാരങ്ങൾ കുട്ടികളെ ഇവ ഓരോന്നും ബാധിക്കുന്നുണ്ട്. യുദ്ധങ്ങൾ തുടരുന്നു, പടരുന്നു. തെറ്റ് ശരികൾ തോന്നും വിധം വ്യാഖ്യാനിക്കപ്പെടുന്നു. മാധ്യമങ്ങൾ, മതം, രാഷ്ട്രീയം അവരവരുടെ ശരികൾ നിർമ്മിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. കുട്ടികൾ എന്താണ് കാണുന്നത്? വിഭാഗീയതയ്ക്കപ്പുറം സത്യം തിരിച്ചറിയാൻ എങ്ങനെ കുട്ടികളെ സഹായിക്കാനാകും? കുട്ടികൾ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. വ്യത്യസ്തമായ ആശയങ്ങളുടെ വാദങ്ങൾ നടക്കുന്നിടത്ത് യുദ്ധങ്ങൾ, കൊല, ശത്രുത, ചതി, തീവ്രവാദം എന്നിവ തുടരാം. ഈ വഴികൾ തന്നെയാണ് ചുറ്റുപാടുമുള്ള സമൂഹത്തിലെ മതങ്ങൾ തമ്മിലുള്ള മനുഷ്യബന്ധങ്ങളിലും നടപ്പിലാകേണ്ടത് എന്ന് കുട്ടികൾ ധരിക്കുന്നു, വിശ്വസിക്കുന്നു. കുട്ടികളും യുദ്ധങ്ങൾ കാണുന്നുണ്ട്. അവർ തങ്ങളുടെ ആശയങ്ങൾ രൂപീകരിക്കുന്നുമുണ്ട്. അവരെ സഹായിക്കേണ്ടത് മുതിർന്നവരുടെ കടമയാണ്. കുട്ടികളുടെ ആശയം, അനുഭവം, ധാരണകൾ പങ്കുവയ്ക്കട്ടെ. വിഭാഗീയതയ്ക്കപ്പുറം കാര്യങ്ങളെ വിലയിരുത്തുന്ന സംസാരവേദികൾ വീടുകളിലുണ്ടാകട്ടെ. യുദ്ധം പ്രചരിപ്പിക്കുന്ന വഴികൾ വിശ്വസിക്കാൻ കുട്ടികളെ വിട്ടുകൊടുക്കാതിരിക്കാം.